മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെ ഈ വർഷത്തിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇന്ന് 30-ാം തീയതി ആണല്ലോ. നാളെ നമ്മുടെ ചാനലായിട്ടുള്ള ടെലികാസ്റ്റ് ഇല്ല. 30-ാം തീയതി ഇന്ന് വർഷ അവസാനത്തേക്കുള്ളൊരു തോട്ട് നമുക്ക് ചിന്തിക്കാം എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ജീവിതത്തെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കുമ്പോൾ കഴിഞ്ഞൊരു വർഷം 2023 ഒരു സംഭവബഹുലമായ വർഷമായിരുന്നു. നമ്മൾ ഒരുപാട് നന്മകൾ പ്രാപിച്ചു, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിച്ചു. അതുപോലെ ചില ആളുകൾക്കെങ്കിലും എന്തെങ്കിലും ഒക്കെ തിക്തമായ അനുഭവങ്ങളും ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. പ്രയാസങ്ങൾ വന്നവരുണ്ട്, രോഗങ്ങൾ വന്നവരുണ്ട്, വേർപാടുകൾ, ഫൈനാൻഷ്യൽ ലോസ്, ഇതൊക്കെ വന്നിരിക്കുന്ന അനേകം കേൾവിക്കാർ, ശ്രോതാക്കൾ ഉണ്ട്. അവരെല്ലാം വിവിധ അനുഭവത്തിൽ കൂടിയും പ്രയാസങ്ങൾ കൂടിയും പോകുന്നവരും ഉണ്ട്. എല്ലാം ഒരുപോലെ ആവണം എന്നില്ലല്ലോ. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ മേലുള്ളത് അതുപോലെ തന്നെ നിലനിൽക്കുന്നു എന്ന് നമ്മൾ മറന്നുപോകരുത്. ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശത്തിൽ കൂടി കനാൻ നാട്ടിലേക്ക് അവരെ പ്രവേശിപ്പാനായിട്ട് മരുഭൂമിയിൽ കൂടി കടത്തിവിട്ട ചില സാഹചര്യങ്ങളുണ്ട്. എന്തൊക്കെ പ്രതിബന്ധങ്ങൾ അവർക്കുണ്ടായിരുന്നു ആ മരുഭൂമിയിൽ. ആ മരുഭൂമിയിൽ കൂടി തന്നെ ദൈവം കടത്തിവിടേണ്ട ആവശ്യം ശരിക്കും ഇല്ലായിരുന്നു. നമ്മളെ ലോജിക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള റൂട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചിട്ട് യുദ്ധമോ യുദ്ധമുറകളോ ഒന്നും പരിചയമില്ലാത്തവരെ മരുഭൂമിയിൽ കൂടി നടത്തി 40 വർഷത്തോളം പല കാര്യങ്ങൾ പഠിപ്പിച്ച് പല ആളുകൾ കൂടിയും രക്ഷപ്പെടുത്തി ദൈവം തന്നെ അവരെ ലീഡ് ചെയ്ത് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തി അവരെ കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്ന് വിടുന്നതായിട്ട് കാണുന്നു. ദാറ്റ്സ് എ ഹിസ്റ്ററി. ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒരു ഹിസ്റ്ററിയാണ്. അതിൽ ഒരുപാട് അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ നടന്നു. ആവർത്തന പുസ്തകം ഡ്യൂട്രോണമി 11th ചാപ്റ്റർ 11-ാം അധ്യായത്തിലെ ഒരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 11-ാം വാക്യം: നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി ആകാശത്തു നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകും. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു പ്രോമിസായിട്ട് അവരോട് പറയുന്ന കാര്യമാണ്. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു. ഏതിന്മേലാണ് ഇരിക്കുന്നത്? നിന്നെ കൊണ്ടുപോകുന്ന മിസ്രൈം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുപോയി ആക്കുന്നതായിട്ടുള്ള നീ കൈവശമാക്കാൻ പോകുന്ന ദേശം. ഈ കൈവശമാക്കുന്ന ദേശത്ത് മലകളും താഴ്വരകളും ഉള്ളതായി ആകാശത്തു നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതുമായിട്ടുള്ള ദേശം. അത് ദൈവം പരിപാലിക്കുന്ന ദേശമാണ്. ഓൾ സപ്ലൈസ് കം ഫ്രം ലോഡ്. എല്ലാ നന്മകളും സപ്ലൈസും ദൈവത്തിൽ നിന്ന് വരുന്നു. ഗോഡ് ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ സപ്ലൈസ്. ഹീ ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ മേഴ്സീസ്. എല്ലാ നന്മകളും കരുണകളും ഒക്കെ ദൈവത്തിൽ നിന്ന് വരുന്നതാകുന്നു എന്നുള്ളതാണ്. ഹീ ഈസ് ഫെയ്ത്ത്ഫുൾ ആൻഡ് ഹീ ഈസ് നെവർ ഫെയിൽ. ഒരിക്കലും ദൈവം തോൽക്കുന്നില്ല, ഫെയിലായി പോകുന്നില്ല. അവൻ വിശ്വസ്തനാണ്, അവൻ വാക്ക് മാറുന്നവനല്ല. നമ്മളൊക്കെ നന്മയും കരുണയും പുറകിൽ ഓടുന്നവരാണ്. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും എന്നാണ് ബൈബിളിലെ പ്രോമിസ്. നന്മ, ഓൾ ഗുഡ് തിങ്സ്, ഓൾ മേഴ്സീസ്. ഈ മേഴ്സീസ്, ഗുഡ് തിങ്സ് എന്നൊക്കെ പറയുന്നത് നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. യഹോവ നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ, ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ഇത് നമ്മളെ പിന്തുടരുകയും നമ്മളോട് കൂടെ ഇരിക്കുകയും ചെയ്യും. ഈ സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ
ഈ ലാൻഡ് ഓഫ് ഹിൽസ് ആൻഡ് വാലീസ് എന്ന് പറയുന്നത് നല്ല സ്ഥലമാണെന്നാണ് പൊതുവെ പറയുന്നത്. കൃഷിക്കാർ പറയുന്നത് അങ്ങനെയാണ്. ഈ താഴ്വരകളും മലകളുമുള്ള സ്ഥലങ്ങൾ നല്ലതാണ് എന്നാണ് പറയുന്നത്. ഹിൽ കളക്ട് ദ റെയിൻസ് ആൻഡ് വാലി ബിക്കം ഫെർട്ടൈൽ. മലകളിൽ മഴ വന്നിട്ട് അത് കളക്ട് ചെയ്തിട്ട് ഈ ചരിവുള്ള വാലിയെല്ലാം ഫെർട്ടൈലാവും. മലകളിൽ ഭയങ്കര കാറ്റാണ്, എന്നാൽ താഴ്വരകളിലെ കാറ്റ് കുറവാണ്. അതുകൊണ്ട് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ താഴ്വരകളിലെ കൃഷി എപ്പോഴും ഫലഭൂയിഷ്ഠമുള്ളതാണ്. അതിൽ നിന്ന് അവർക്ക് നല്ലതായിട്ടുള്ള പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഫലങ്ങൾ അവർക്ക് കിട്ടുകയും അവർ സമ്പന്നരായിത്തീരുകയും ചെയ്യും. ജീവിതത്തിലും ഇതുപോലെ മലകളും താഴ്വരകളും ഉള്ള അനുഭവങ്ങളുണ്ട്. വാലി ഈസ് ദ സൈഡ് ഓഫ് ദ മൗണ്ടൻ ആൻഡ് സ്റ്റോംസ് ബ്രേക്ക് ഓൺ ദ മൗണ്ടൻ. വാലി ആർ മോർ ക്വയറ്റർ. താഴ്വരകളാണ് ശാന്തം ഉള്ളത്. മലകളിൽ എപ്പോഴും കാറ്റ് ഉണ്ടാവുന്ന ഒരനുഭവമാണ് ഉള്ളത്. വാലി ഈസ് ഗുഡ് ഫോർ കൾട്ടിവേഷൻ ആൻഡ് വിത്ത് ഓൾ റിച്ച് റിസോഴ്സസ്. അതുപോലെ തന്നെ ഈ താഴ്വരകളിലെ റിസോഴ്സസ് ഉണ്ട്, അത് എപ്പോഴും കൃഷിക്ക് നല്ലതാണ്. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നൊരു വാക്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നല്ലോ. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ വാലി ഓഫ് ദ ഷാഡോസ് ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞാൽ കൂരിരുളിൻ്റെ താഴ്വരകളായിട്ടുള്ള, മരണത്തിൻ്റെ താഴ്വരകളായിട്ടുള്ള ആ വാലിയിൽ കൂടി നടന്നാലും ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. See, there is not actual death. മരണമല്ല അവിടെ ഉള്ളത്. ഇറ്റ് ഈസ് എ ഷാഡോ ഓഫ് ഡെത്ത്. മരണത്തിൻ്റെ നിഴലാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ഷാഡോയെ ആരാ പേടിക്കുന്നേ? ഷാഡോയെ ആരും പേടിക്കത്തില്ല അല്ലേ? ശരിക്കും ഷാഡോ പേടിക്കത്തില്ല. നോബഡി അഫ്രൈഡ് ഷാഡോ. ഒരു പട്ടിയുടെ ഷാഡോ വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ കടിക്കത്തില്ല, കാരണം ഷാഡോ ആണ്. ഷാഡോ എങ്ങനെ കടിക്കുന്നത്? ഒരു സോഡിൻ്റെ ഷാഡോ, ഒരു വാളിൻ്റെ ഷാഡോ വന്നാൽ നമ്മളെ കില്ല് ചെയ്യത്തില്ല. അതുപോലെ ഷാഡോ ഓഫ് ഡെത്ത് കനോട്ട് ഡിസ്ട്രോയ് us. നമ്മളെ നശിപ്പിക്കാനായിട്ട് പറ്റത്തില്ല ഷാഡോ ഓഫ് ഡെത്ത്. ഇവിടെ ഷാഡോ ഉണ്ടെങ്കിൽ വേറൊരു കാര്യം അതിൽ നമുക്ക് മനസ്സിലാവും. ആ ഷാഡോ ഉണ്ടെങ്കിൽ അപ്പുറത്തൊരു ലൈറ്റുണ്ട്. ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് ഷാഡോ ഉണ്ടാവുന്നത്. ഷാഡോ ഉണ്ടെങ്കിൽ അതിനപ്പുറത്ത് ഒരു ഹോപ്പുണ്ട്, ഒരു ലൈറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോരുത്. അതുകൊണ്ട് അതാണ് നമുക്ക് ഈ നാളിൽ വിശ്വാസത്തിൻ്റെ ധൈര്യം തരുന്നത്. അതുകൊണ്ട് ഈ കൂരിരുളിൻ്റെ താഴ്വരയിൽ തന്നെ നമ്മൾ പോയാലും അവിടെ നമ്മൾ കാണുന്നത് ഒരു യേശു എല്ലാ തിന്മകളെയും മാറ്റുന്നൊരു കർത്താവിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. വെൻ ഫെയ്ത്ത് കംസ് ഫിയർ വിൽ റൺ അവേ. വിശ്വാസം വരുമ്പോഴേ പേടി അല്ലെങ്കിൽ ഭയം നമ്മളിൽ നിന്ന് മാറിപ്പോകും. അമ്മയുടെ മടിയിലിരിക്കുന്ന ഒരു കുട്ടി ഒരു ബോട്ടിലാണെന്നിരിക്കട്ടെ, ആ ബോട്ടിൽ അക്കരെ കടക്കുമ്പോഴേ കാറ്റും തിരകളും ഒക്കെ വന്നാലും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി ഭയപ്പെടത്തില്ല. അമ്മയ്ക്ക് പേടിയുണ്ടാവും, അയ്യോ കടലിൽ വല്ലതും അകപ്പെട്ടു പോകുമോ, വെള്ളത്തിൽ പോകുമോ എന്ന് പേടിയുണ്ടാവും. എന്നാൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ കയ്യിൽ സുരക്ഷിതമാണ്. ഹീ സെക്യൂർ, കാരണം അമ്മ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഇതാണ് എല്ലാ സിറ്റുവേഷനിലും നമ്മൾ ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ, ദൈവം നമ്മളെ ഈ സിറ്റുവേഷനിൽ കൂടി കടത്തിക്കൊണ്ട് പോകുമ്പോഴും ദൈവം നമ്മളെ സൂക്ഷിക്കും എന്നുള്ള, അതാണ് നമുക്ക് ധൈര്യം തരുന്നത്. ഈ ഈവിളായിട്ടുള്ള ഫിയർഫുള്ളായിട്ടുള്ള എല്ലാ കോൺസിക്വൻസ്, എല്ലാ മുന്നിലോട്ട് വരുന്ന എല്ലാ സാഹചര്യങ്ങളിലും ദൈവം നമ്മളെ വിടുവിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഒരു അനർത്ഥവും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ജീവിതത്തിലെ നിരാശയുടെ ഘട്ടങ്ങളെ
പ്രയാസ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ വർഷം നമുക്ക് വന്നിട്ടുണ്ട്, ഈ പോകുന്ന വർഷം നമുക്ക് വന്നിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെ ദൈവം നമ്മളെ സൂക്ഷിച്ചു, വിടുവിച്ചു എന്ന് നമ്മൾ മറന്നു പോകരുത്. അവൻ നമ്മുടെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ദാറ്റ്സ് എ പ്രോമിസ്. അതൊരു വലിയ വാഗ്ദത്തമാണ്. നമ്മൾ പോകുന്ന വഴി, വരുന്ന വഴിയിലും എല്ലാം ദൈവം നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവം. അവൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ദൈവം മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. അവൻ നമ്മളെ പരിപാലിക്കുന്ന ദൈവമാണ്. ഈ വലിയ ദൈവമാണ് കഴിഞ്ഞ ഒരു വർഷം നമ്മളെ കാത്തു സൂക്ഷിച്ചത് നാം മറന്നു പോരുത്. ഇവിടെ ഡ്യൂട്രോണമിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു. ആ സ്ഥലത്തിന്മേലിരിക്കുന്നു, ആ സ്ഥലത്തിൽ വസിക്കുന്നവരുമുണ്ട് എന്നുള്ളത്. ഗോഡ് വിൽ വാച്ച് ഓവർ യു ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് ഓഫ് ദ ഇയർ. നിങ്ങളെയും എന്നെയും ഈ ദൈവം വാച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. സങ്കീർത്തനം 14:2 പറയുന്നത്, യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ദൈവത്തിൻ്റെ ഒരു ജോലി, ദൈവം ചെയ്യുന്നൊരു വലിയ ജോലിയാണത്. യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. സങ്കീർത്തനം 11:4 പറയുന്നു ഇങ്ങനെയാണ്: അവൻ്റെ കണ്ണുകൾ ദർശിക്കുന്നു, അവൻ്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു. യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. യഹോവയെ അന്വേഷിക്കുന്ന ആരാ? ബുദ്ധിമാന്മാരാണ്. അവരെയാണ് ദൈവം നോക്കുന്നത്. ആരെങ്കിലും ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കഴിഞ്ഞ ഒരു വർഷം ദൈവം നമ്മളെ അനുഗ്രഹിച്ച വിധങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ദൈവത്തെ ലിസൺ ചെയ്തിട്ടുണ്ടോ? അവനെ അനുസരിച്ചിട്ടുണ്ടോ? അവനെ സ്നേഹിച്ചിട്ടുണ്ടോ? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. യെസ്, ഗോഡ് വിൽ വാച്ച് ഓവർ. നമ്മൾ വായിച്ച ഭാഗത്തിലും അതാണ്, ഹി ഈസ് വാച്ചിങ് ഓവർ. നമ്മളെ ഒരു ടൈം ഓഫ് ഇൻട്രോസ്പെക്ഷൻ പോലെ നമുക്കെടുക്കാം. ഒരു വർഷം കഴിഞ്ഞു പോവുകയാണ്. ഒരു 3 മാസത്തെ ക്വാർട്ടർ, ഒരല്പസമയം നമ്മുടെ ജീവിതങ്ങളിലൊന്ന് എടുത്തു നോക്കി. കഴിഞ്ഞ ജനുവരി മാസം, ഫെബ്രുവരി മാസം, മാർച്ച് മാസം, അതുപോലെ അടുത്ത ക്വാർട്ടർ ഏപ്രിൽ മാസം, മെയ് മാസം, ജൂൺ മാസം, നെക്സ്റ്റ് ക്വാർട്ടർ ജൂലൈ മാസം, ഓഗസ്റ്റ് മാസം, സെപ്റ്റംബർ മാസം, ലാസ്റ്റ് ക്വാർട്ടറായിട്ടുള്ള ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇതിൽ ഏതെങ്കിലും ഒരു മാസത്തിൽ, ഒരു ദിവസത്തിൽ നിങ്ങൾ ഒരു വയസ്സൂടെ പിന്നിട്ടിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വയസ്സും കൂടി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പുതിയ വർഷത്തിലേക്ക് വന്നിരുന്നു. ചില നന്മകൾ ദൈവം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ കൂടെയുള്ളവർ, നമ്മുടെ സഹപാഠികൾ, നമ്മുടെ കാര്യം പ്രായം കുറഞ്ഞവർ പോലും ചിലർ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി. നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നവർ ചിലപ്പോഴേ മാറ്റപ്പെട്ടു പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു വർഷമാണ് നമ്മൾ കടന്നു പോയത്. എന്നാൽ ദൈവം നമ്മളെ ജയോത്സവമായി പരിപാലിച്ചില്ലേ? സൂക്ഷിച്ചില്ലേ? ദൈവത്തിന് വലിയൊരു പർപ്പസില്ലേ? നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വലിയൊരു പർപ്പസുണ്ട്. നമ്മൾ ഇപ്പോഴുള്ള കാര്യങ്ങളെയാണ് കാണുന്നത്. നമ്മൾ ഈ വർഷത്തിൽ നടക്കുന്ന, അല്ലെങ്കിൽ ഈ മൊമെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങളെയാണ് കാണുന്നത്. അടുത്തൊരു മൊമെൻറ്റിൽ, അടുത്തൊരു ദിവസത്തിൽ, അല്ലെങ്കിൽ അടുത്ത വർഷത്തിൽ ഒക്കെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. എന്നാൽ ഗോഡ് സീസ് ബിയോണ്ട്. ദൈവം അതൊക്കെ കഴിഞ്ഞ് കാണുന്നു. ഹീ സീസ് ദ എൻഡ്. അവൻ അവസാനം അറിയാവുന്നതാണ്. അതുകൊണ്ട് ദൈവം നമ്മളോട് പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ: പ്ലീസ് ലിസൺ മീ. എന്നെ ശ്രദ്ധിക്കൂ. പ്ലീസ് ഒബേ മീ. എന്നെ കാണൂ, എന്നെ അനുസരിക്കൂ. ആൻഡ് പ്ലീസ് ലവ് മീ. എന്നെ സ്നേഹിക്കൂ. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കൂ എന്ന് ദൈവം പറയുന്ന ഒരു കാര്യം നമ്മുടെ അന്തരംഗത്തിൽ പറയുന്ന കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മളവനെ ലിസൺ ചെയ്യുന്നുണ്ടോ? നമ്മളവനെ അനുസരിക്കുന്നുണ്ടോ? അവനെ സ്നേഹിക്കുന്നുണ്ടോ? ഇതൊരു വലിയൊരു ഇൻട്രോസ്പെക്ഷൻ ടൈമായിട്ട് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുന്നൊരു സമയമായി നമുക്ക് ഈ വർഷത്തിൻ്റെ അവസാനത്തിലൊന്ന് എടുക്കാം.
ദൈവം നമ്മളെ കാണുന്ന ദൈവമാണ്. ഉയരത്തിൽ നിന്ന് ദൈവം നമ്മളെ നോക്കുന്ന ദൈവമാണ്. അവൻ എന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. കൂരിൽ താഴ്വരയിൽ കൂടി കടന്നു പോകുന്ന അവസരങ്ങളിലെ വാലിയിലെ ദൈവ അനുഗ്രഹങ്ങളെ നിറച്ചു വച്ചിരിക്കുമ്പോൾ അത് നമ്മൾ എടുക്കാതെ നമ്മൾ വേറെന്തിൻ്റെയോ പുറകിൽ പോയിട്ടുള്ളത്, ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നൊന്ന് പറയുമോ? ദൈവമേ നീ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്നൊന്ന് പറയുമോ? ദൈവം പറഞ്ഞിരിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ യു കീപ് മൈ കമാൻഡ്മെൻറ്റ്സ്. എൻ്റെ കൽപ്പനകൾ നിങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ എന്ന് യേശു പറഞ്ഞിരിക്കുന്നു. യേശു പറഞ്ഞ കൽപ്പനകൾ നമ്മൾ പാലിക്കുന്നുണ്ടോ? യേശു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ബൈബിളിൽ പറയുന്നുണ്ട്. നമ്മളത് മെഡിറ്റേറ്റ് ചെയ്ത് ധ്യാനിച്ച് അതിൽ തന്നെ നമ്മൾ ഈൽഡ് ചെയ്യുന്നുണ്ടോ? കഴിഞ്ഞ വർഷങ്ങളിലെ ഉപേക്ഷയായി വിചാരിച്ച കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഉപേക്ഷയായി വിചാരിച്ചില്ലേ? നമ്മളെ ദൈവവചനം പഠിക്കുന്ന ഉപേക്ഷയായി വിചാരിച്ചില്ലേ? നമ്മൾ ആരാധനാലയങ്ങളിലെ റെഗുലറായിട്ട് പോകുന്ന ഉപേക്ഷയായി വിചാരിച്ചില്ലേ? സഭായോഗങ്ങളെ ഒരിക്കലും ഉപേക്ഷയായി വിചാരിക്കരുതെന്ന് ദൈവത്തിൻ്റെ കൽപ്പനകളുള്ളപ്പോൾ നമ്മളതൊക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മുടെ ഈ ലോകത്തിലുള്ള പണിയിൽ വ്യാപൃതരായി പോയിരുന്നില്ലേ? അവിടെയൊക്കെ ജീവിക്കാനുള്ള ശക്തിയും കൃപകളും ദൈവമല്ലേ തന്നത്? ദൈവമല്ലേ ഓരോ ദിവസവും നമ്മളെ മുമ്പോട്ട് നയിച്ചത്? എന്നിട്ട് നന്ദിയില്ലാത്ത ഹൃദയത്തിൽ നമ്മൾ ദൈവത്തോട് പുറപുറത്തില്ലേ? ദൈവമേ നീ എന്നെ ഇങ്ങനെയാണോ നടത്തിയത്? എനിക്കിങ്ങനൊരു പ്രയാസം വന്നല്ലോ എന്നോർത്ത് പുറപുറത്തില്ലേ? ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നതിന് പകരം പല പ്രാവശ്യം നമ്മുടെ നിരൂപണങ്ങളിൽ നമ്മൾ അകപ്പെട്ടു പോയി നമ്മൾ വേറെന്തിൻ്റെയൊക്കെയോ വഴികളിൽ നടന്നിട്ടില്ലേ? ഈ സമയം നമ്മളെ തന്നെ ഒന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്ത് നമ്മുടെ പാപങ്ങളെയൊക്കെ ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റുപറഞ്ഞ് നമ്മളെ ദൈവങ്ങളിലേക്കൊന്ന് സമർപ്പിക്കുന്ന സമയമായിട്ട് എടുക്കാം. തീർച്ചയായും ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മുടെ സൈഡിൽ എപ്പോഴും നമ്മളോട് കൂടെയുള്ള ദൈവമാണ്. ബൈബിൾ പറയുന്ന ഒരു വിശ്വാസിയുടെ ഉള്ളിൽ പിതാവ് പുത്ര പരിശുദ്ധാത്മാവിൻ്റെ വാസം കൂടാതെ അവൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഓരോ മാലാഖമാരുടെ ഓരോ ഏഞ്ചൽസിൻ്റെ പ്രൊട്ടക്ഷൻ കൂടി തന്നിരിക്കുന്നത്. 5 പേഴ്സണാലിറ്റീസ് നമ്മളോട് കൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഭയപ്പെടേണ്ടത്? 5 പേര് നമ്മളോട് കൂടെ വസിക്കുന്നെങ്കിൽ നമ്മൾ എന്തിനു ഭയപ്പെടണം? ദൈവത്തിന് മക്കളും അവകാശികളുമായി തീർന്ന ഓരോ വ്യക്തിത്വങ്ങളിലും ഇവരുടെ വലിയൊരു ശക്തി ഈ ദിവസങ്ങളിൽ അവരോട് കൂടെ ഉണ്ട് എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ദൈവങ്ങളിലേക്കൊന്ന് വിട്ടുകൊടുത്തൂടെ? എവിടെയെങ്കിലുമൊക്കെ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ഉപേക്ഷിച്ച് കളഞ്ഞൂടെ? ഞാൻ ദൈവത്തിൻ്റെ മകനായി ജീവിക്കും, ദൈവത്തിൻ്റെ മകളായി ജീവിക്കും, എൻ്റെ കുറവുകൾ കർത്താവെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നെ തന്നെ ഒന്ന് വിനയപ്പെടുത്തുമോ? തീർച്ചയായും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സൈഡിൽ ഏതെങ്കിലും ഒരു വിളക്ക്, ഒരു ലൈറ്റ്, ഒരു മെഴുകുതിരി ഉണ്ടെങ്കിൽ ആ ഒരു വെളിച്ചം ഒരു സിമ്പിളായിട്ട് നിങ്ങളൊന്ന് കത്തിച്ചിട്ട് എന്നോടൊപ്പം ഇരുന്നൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം വലിയൊരു നന്മ നിങ്ങൾക്ക്, വലിയൊരു അനുഗ്രഹം നിങ്ങൾക്ക് പുതിയ വർഷത്തിലേക്ക് ദാനമായി തരുന്നു എന്ന് മറന്നു പോകരുത്. ഞാൻ പറയുന്ന വേറൊന്നുമല്ല, ഒരു സിംബോളിക്കായിട്ട്, വേറൊന്നും ചെയ്യാനില്ല. ഒരു മെഴുകുതിരി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുത്ത് ഒന്ന് കത്തിക്കുമോ? കത്തിച്ചിട്ട് എന്നോടൊപ്പം ഇരുന്ന് ഒന്ന് പ്രാർത്ഥിക്കുമോ? ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോടൊപ്പം എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമോ? വലിയൊരു അനുഗ്രഹം, വലിയൊരു നന്മ പുതിയ വർഷത്തിലേക്ക് നിങ്ങൾക്ക്. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് ദൈവത്തോട് ഏറ്റുപറയാം. അവൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. ദൈവത്തോട് അപേക്ഷിക്കുന്ന, ദൈവത്തോട് ഏറ്റുപറയുന്ന എല്ലാ പാപങ്ങളും അവൻ നമ്മളോട് ക്ഷമിച്ചു തരും. യേശുക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് അഡ്വക്കേറ്റായിട്ട് ഇരിക്കുന്നു എന്ന് മറന്നു പോകരുത്. അവിടെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നോട് ചേർന്ന് ഒപ്പം പ്രാർത്ഥിക്കും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നോട് ചേർന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, ഒരു വർഷം ഞങ്ങളെ വിട്ട് കടന്നു പോകുന്നു. കർത്താവേ, ഇനിയും 24 hours കഴിയുമ്പോൾ കർത്താവേ ഈ വർഷം എന്നേക്കുമായിട്ട് മാറിപ്പോകും. 2024 ഞങ്ങൾ പ്രവേശിക്കാം. ദൈവമേ, കഴിഞ്ഞൊരു വർഷം ഞങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ, ഓരോ ദിവസങ്ങളും വിശകലനം ചെയ്യുമ്പോൾ നീ എത്ര നല്ലവനും വിശ്വസ്തനുമായിരുന്നു. ഈ ലോകത്തിൽ ജീവനോടിരുന്ന്
നിന്നെ മഹത്വപ്പെടുത്തുവാനായിട്ടുള്ള ആയുസ്സും ആരോഗ്യവും ഞങ്ങൾക്ക് തന്നത് തന്നെ നിൻ്റെ കൃപയാവുന്നുവെന്ന് ഓർക്കുന്നു. കർത്താവേ, നീ ചെയ്യുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം. കുറവുകളെല്ലാം ഞങ്ങൾ ഏറ്റുപറയുന്ന കർത്താവേ, എന്തെങ്കിലും കുറവുകൾ ഞങ്ങളുടെ ചിന്തകളിലോ ഞങ്ങളുടെ നോട്ടങ്ങളിലോ ഞങ്ങളുടെ പ്രവൃത്തിയിലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവേ, അതെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാക്കുകളിൽ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയിൽ ഈ ദിവസങ്ങൾ ജീവിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവേ, നീ ഞങ്ങളുടെ ജീവിതത്തിലെ ആ പൂർണ്ണതയിലെ ആ വലിയ ഫ്രീഡം ഞങ്ങളുടെ ജീവിതത്തിൽ എക്സസൈസ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ ജീവിതത്തിൽ ഉപേക്ഷിക്കാനായിട്ട്, ഏതെങ്കിലും അഡിക്ഷൻസ് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ പുതിയ വർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോഴേ ആ പഴയ വർഷത്തിലുള്ള അഡിക്ഷൻസ് എല്ലാം മാറ്റിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെല്ലാം കർത്താവെ പുതിയ സൃഷ്ടിയാക്കി, പുതിയ ലൈഫ് സ്റ്റൈലാക്കി, ഒരു എക്സ്ചേഞ്ച് ലൈഫാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു അതിൻ്റെ പൂർണ്ണതയിലെ ആ ആളത്വത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങൾ വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ ഞങ്ങളെ പൂർണ്ണ സൃഷ്ടിയാക്കി, പുതിയ സൃഷ്ടിയാക്കി കർത്താവെ രൂപാന്തരപ്പെടുത്തി നിൻ്റെ ആത്മാവിൻ്റെ കർത്താവെ വാസസ്ഥലങ്ങളാക്കി മാറ്റിയിരിക്കുന്ന ഓർത്ത് സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ നാം പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കി, തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി കർത്താവെ അതനുസരിച്ച് ജീവിതങ്ങളെ ക്രമപ്പെടുത്തി ബുദ്ധിയുള്ള ആരാധനയായി ഞങ്ങളുടെ ശരീരങ്ങളെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അത് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുത്തി നിറച്ച അനുഗ്രഹങ്ങളിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന എന്നോട് ചേർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കുന്ന ഓർത്ത സ്തോത്രം. പ്രാർത്ഥന കേട്ട ഓർത്ത സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ തുടർന്നും ഈ ചാനൽ കാണണം. അതുപോലെ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. അനേകം ആളുകളുടെ ജീവിതത്തിൽ ഇത് വലിയ അനുഗ്രഹമായിരിക്കും. പുതിയ വർഷത്തിലെ ദൈവം എല്ലാ നന്മകളാലും നമ്മളെല്ലാം നിറയ്ക്കട്ടെ. തുടർന്നും ഇത് വാച്ച് ചെയ്യണം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.